അല്ല മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകണം. ക്വസ്റ്റ്യൻ നമ്പർ 19 ശ്രദ്ധിക്കട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ബട്ട് വളരെ സിമ്പിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനിയും എക്സാമിന് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സോ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു ഹോമോജീനിയസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഹോമോജീനിയസ് അല്ല. കാരണം എന്താണ്, ഇവിടെ ഒന്നും സീറോ അല്ല. ഇത് എല്ലാത്തൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്, നോൺ ഹോമോജീനിയസ് ആണ്. വിച്ച് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ദെൻ ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ ഇസ് ഈക്വൽ ടു. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഡിറ്റർമിനന്റ് വാല്യൂ സീറോ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് ലാംഡ -1 ആണ്, വൈയുടെ കോഎഫിഷ്യന്റ് ലാംഡ -4 ആണ്, സെഡിൻ്റെത് ലാംഡയാണ് അല്ലേ. അടുത്തത് ലാംഡ, അതായത് ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡി ഈക്വൽ ടു 0 ആയിരിക്കും. അടുത്ത ലാംഡ -1 ലാംഡ -4 ആണ്. പിന്നെ വരുന്നത് ലാംഡ +1 ആണ്, ലാംഡ +2 ആണ്, അതുപോലെ മൈനസ് ഓഫ് ലാംഡ +2 ആണ്. ഓക്കെ അല്ലടാ, ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻസർ ലൈക്ക് ദിസ്. ലാംഡ -3 ഇൻറ്റു 22 അല്ല 2 ലാംഡ +1 എന്നാണ് കിട്ടുക. ദാറ്റ്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ നോക്കുക. ഇവിടുന്ന് ലാംഡ ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ വാല്യൂ വീണ്ടും കൺഫേം ചെയ്യണമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് D1 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ വീണ്ടും ഒരു ഫാക്ടർ കിട്ടും. സോ ആ രണ്ട് കോമൺ ഫാക്ടർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡ നിങ്ങൾ കണ്ടെത്തണം. സോ ഇഫ് യു സോൾവ് D1 എന്ന് പറഞ്ഞാൽ എന്താണ്, D1 എന്ന് പറഞ്ഞാൽ അവിടെ കോൺസ്റ്റന്റ് എഴുതാം ഫസ്റ്റ് കോളത്തിൽ. സോ 5, 7, 9 എഴുതാം. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്താ എഴുതുക, അടുത്തത് എന്ന് പറയുന്നത് ലാംഡ -4 എഴുതുക. ഓക്കെ, ലാംഡ -4, ലാംഡ -1, അതുപോലെ ലാംഡ +2. ആൻഡ് തേർഡ് കോളം ഈസ് ലാംഡ -4, ഓക്കെ, then minus of lambda +2, and this also equal to 0. And if you solve this, you will get this determined as this determined value. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലാംഡ ഇസ് ഈക്വൽ ടു 3 എന്നാണ് കിട്ടുക. സോ ദിസ് വിൽ ബി ദ കോമൺ വാല്യൂ. കാരണം എല്ലാ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ there is a common lambda. Then you can get a lambda square plus lambda, that will be 3 square plus 3, that is equal to 12 ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഇത് വളരെ എളുപ്പമുള്ളതാണ് ഞാൻ വേഗം ചെയ്തു പോയത്, കാരണം ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. യു ക്യാൻ എക്സ്പാൻഡ് ദ ഡിറ്റർമിനന്റ്, can get the value of lambda കേട്ടോ. ഇനി വേറെ കാര്യമുണ്ട്, ഇവിടെ ലാംഡ 3 കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ ലാംഡയുടെ വാല്യൂ നിങ്ങൾക്ക് മറ്റേ ഇക്വേഷനിൽ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി. യു നോ നീഡ് ടു ഫാക്ടറൈസ്. അത് സാറ്റിസ്ഫൈ ആണെങ്കിൽ യെസ് ദർ ഇസ് എ കോമൺ ലാംഡ, അത് മനസ്സിലാക്കാൻ പറ്റും. സോ യു ക്യാൻ ഈസിലി സേ വാട്ട് ഈസ് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ. ഓക്കെ അല്ലേ?